ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ മുസ്ലിങ്ങളല്ലാത്തവരെ കാണുമ്പോൾ നമ്മൾ സലാം പറയേണ്ടതുണ്ടോ, സലാം കൊണ്ട് തുടങ്ങേണ്ടതുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അവരോട് സാധാരണ പോലെ മറ്റു ഉപചാരവാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. സലാം പരസ്പരം പറയേണ്ടത് മുസ്ലിങ്ങൾ തമ്മിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലി കിതാബിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബ്ദഉ അൽ യഹൂദ വൻ നസാറ ബിസ്സലാം. നിങ്ങൾ യഹൂദ നസാറാക്കളോട് നിങ്ങൾ സലാം കൊണ്ട് തുടങ്ങരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ ഇനി അവർ ഇങ്ങോട്ട് സലാം പറഞ്ഞാലോ, ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സല്ലമ അലൈക്കും അഹ്ലൽ കിതാബ് ഫഖൂലു വ അലൈക്കും. അഹ്ലി കിതാബുകാർ നിങ്ങളോട് സലാം പറഞ്ഞാൽ നിങ്ങൾ വ അലൈക്കും എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ എന്താണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് അവർക്കും ലഭിക്കട്ടെ എന്നർത്ഥം. ആ പറഞ്ഞതുപോലെ താങ്കൾക്കും ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മതിയായതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാമിൻ്റെ ആ മര്യാദ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസികൾ, മുസ്ലിങ്ങൾ അല്ലാത്തവരോട് സലാം പറയുന്ന വിഷയത്തിലാണ് ഈ കാര്യമുള്ളത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.